ഞങ്ങളുടെ പ്രതീക്ഷ എവിടെ? ഞങ്ങളുടെ പ്രത്യാശ എവിടെ? ദീർഘവർഷങ്ങളായി ഞങ്ങൾ കാത്തിരുന്നവൻ എവിടെ? ദീർഘനൂറ്റാണ്ടുകളായി ഞങ്ങൾ വെയിറ്റ് ചെയ്തവൻ എവിടെ? ദീർഘവർഷങ്ങളായി ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചവൻ എവിടെ? ഞങ്ങളൊരു സൗഖ്യം പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ആ സമാധാനം പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ആനന്ദം പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആ സന്തോഷം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ വിടുവിപ്പാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ചുമക്കുന്ന രോഗം മാറ്റാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ചുമക്കുന്ന ഞങ്ങളുടെ പ്രശ്നം മാറ്റാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ സുഹൃത്തെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സന്തോഷം നൽകാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമാധാനം നൽകാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ രക്ഷ നൽകാൻ ഏത് കാരാഗ്രഹത്തെയും അവൻ പൊളിക്കും. ഏത് മതിലുകളെയും അവൻ പൊളിക്കും. ഏത് യെരിഹോവിനെയും അവൻ ഉടയ്ക്കും. ഏത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെയും അവൻ പൊളിക്കും. ഏത് ചെങ്കടലിനെയും അവൻ രണ്ടാക്കും. ഏത് യോർദാനെയും അവൻ രണ്ടാക്കും. ഏത് കുന്നിനെയും അവൻ സമഭൂമിയാക്കും. അവന് വേണ്ടി, നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനായി. ഞാൻ എൻ്റെ വേദനയുടെ അകത്താണ്. എൻ്റെ തലമുറകൾ എങ്ങനെ മടങ്ങി വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവ് മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സാമ്പത്തികം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ആവശ്യത്തിന് ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ നിന്റെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി എന്നേക്കും നിനക്കൊരു ഉത്തരം തരാൻ ഇന്ന് രാത്രി അടുത്തും അകലെയുമായി ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന, ഈ ഗ്രൗണ്ടിലും അകത്തും പുറത്തുമായി ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ രാത്രി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിശ്ചയമായി ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. കരമുയർത്തി വരുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ഒത്തിരി പേര് ഈ ഗ്രൗണ്ടില്ല, പക്ഷേ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൻ്റെ അകത്തും പുറത്തുമായി ഒത്തിരി പേരുടെ ശബ്ദം കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഈ രാത്രി നമ്മൾ ഒത്തിരി പേരില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് നിശ്ചയമായും ദൈവത്തിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ലാത്തത് കൊണ്ടും ഈ രാത്രി ഇവിടെ സംസാരിക്കപ്പെടുന്ന ദൈവ ശബ്ദം നിങ്ങൾക്ക് അത്ഭുതമായി, നിങ്ങൾക്ക് വിടുതലായി, നിങ്ങളുടെ രോഗസൗഖ്യമായി, നിങ്ങളുടെ സമാധാനമായി തീരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്ന് രാത്രി ചിന്തയ്ക്ക് ആധാരമായി, സമയം ഒത്തിരി മുമ്പോട്ടെടുക്കാതെ വളരെ വേഗത്തിൽ ചിന്തയ്ക്ക് ആധാരമായി ഒരു സ്തോത്രം ദൈവവചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം എടുത്തവർക്ക് എന്നോട് കൂടെ ചേർന്ന് വായിക്കാം. മത്തായി 2:2. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ മത്തായി 2:2 വാക്യത്തിന്റെ ആദ്യ ഭാഗം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. ഒരു നിമിഷം കഴിയുമെങ്കിൽ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് എല്ലാ അധരങ്ങളും തുറന്ന് ആ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. എല്ലാ നാവുകളും ചലിപ്പിച്ച് ആ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഈ രാത്രി ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി പരിശുദ്ധാത്മാവിന്റെ അതിമഹത്തായ തേജസ് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കേണ്ടതിനായി എല്ലാ കണ്ണുകളും അടച്ച് യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷം മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടണേ. അന്തരീക്ഷം മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടണേ. കമോൺ. ഇന്ന് രാത്രി പറഞ്ഞ യേശുവെ ഞങ്ങളോട് സംസാരിക്കണം. പിതാവ് ഞങ്ങളോട് സംസാരിക്കണം. എല്ലാവരും അധരങ്ങൾ തുറന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായ ഹൃദയത്തോട് ഞങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അവിടെ ആയിരുന്നു കൊണ്ട് യേശുവിനോട് പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി യേശുവെ ഞങ്ങളോട് സംസാരിക്കണം. നിനക്ക് ഞങ്ങളോട് സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി നീ ഞങ്ങളോട് സംസാരിക്കണമെന്ന് എല്ലാ ഹൃദയങ്ങളും തുറന്ന് പറഞ്ഞാണ്. എല്ലാ നാവുകളും ചലിപ്പിച്ച് ഓ
Oraya mahasotolo boyo ziyantana maya. Letoromo hosmi andele me ansotolo boyo. Lamziyantana katmiyantoro bojiyanta. Come on, come on, come on. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകളിൽ തന്നെ അവരെ സ്വാതന്ത്ര്യം പറഞ്ഞു തുടങ്ങിയാട്ടെ. അന്യഭാഷകളിൽ തന്നെ അവരെ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. അന്യഭാഷകളിൽ തന്നെ പുതുഭാഷകളോടെ അവൻ ആരാധിച്ചാട്ടെ. അവൻ സ്തുതികൾക്ക് യോഗ്യനായ ദൈവം, അവൻ സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവം, അവൻ സകല ആരാധനയ്ക്കും യോഗ്യനായ ദൈവം. Come on, come on. വിശ്വസിക്കുന്നവരെല്ലാം ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ അടയാളങ്ങൾ നടക്കും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ അവന്റെ സാന്നിധ്യം ഇറങ്ങും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ സ്വർഗം തുറക്കപ്പെടും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ ദൂതന്മാർ ഇറങ്ങും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നു അവിടെ രോഗസൗഖ്യങ്ങൾ നടക്കും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ തുറക്കപ്പെടും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ ബന്ധനങ്ങൾ അഴിയും. അവന്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ ദുരാത്മാക്കൾ അഴിഞ്ഞു മാറും. ഓ ജീസസ്, ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നു, സംഭവിക്കുന്നു, സംഭവിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ അത് സംഭവിക്കുന്നു, ഈ ഗ്രൗണ്ടിൽ അത് സംഭവിക്കുന്നു, ഈ ഗ്രൗണ്ടിൽ പുറത്തുമായി സംഭവിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവ ജനത്തിന് മേൽ അത്ഭുതമായി, സൗഖ്യമായി, വിടുതലായി, ദൈവ പ്രവൃത്തിയായി അവന്റെ കരം വ്യാപരിക്കുന്നു. കമാൻ, വിശ്വസിക്കുന്നവർ കരമടിക്കുവാൻ കഴിയുമെങ്കിൽ കരമടിച്ചവനെ ആരാധിച്ചു. അധരം തുറക്കുവാൻ കഴിയുമെങ്കിൽ അധരം തുറന്ന്, ഹൃദയം തുറന്ന്, ശബ്ദം ഉയർത്തി കഴിയുന്നിടത്തോളം ഇന്ന് രാത്രി അവന്റെ നാമത്തെ ഉയർത്തുക. We lift your holy name, we lift your holy name, we lift your holy name, Father. Oh, we thank you, Holy Spirit. Oh, namaya hantalamaya siyantorobo liantalamaya zige. Yeah. Yes, hallelujah. We glorify your name, we glorify your name. ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവ മഹത്വത്തെ നിറയുന്നു. ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവ മഹത്വത്തെ നിറയുന്നു. ഈ ഗ്രൗണ്ട് മുഴുവൻ ദൈവ തേജസ്സിനാൽ നിറയുന്നു. Oh yes, 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 yes. ഈ പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കട്ടെ. ഈ പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എല്ലാ ദൈവ ജനത്തിന് മേലും ഈ ഗ്രൗണ്ടിന് പുറത്തുമായി ദൈവത്തിന് സ്തോത്രം പറയുന്ന സകല ജനത്തിന് മേലും അവന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ തുറക്കട്ടെ. അടിസ്ഥാനങ്ങൾ ഇളക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ദൈവ ജനത്തിന് മേൽ വീഴപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല പൈശാചിക കോട്ടകളും സകല ദുരാത്മ മേഖലകളും ഇന്ന് രാത്രി നാസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. ദൈവവചനത്തിന്റെ വളർച്ചയ്ക്ക് വിരോധമായി പോകുന്ന എല്ലാ സാധാന്യ കൂടാരങ്ങളെയും എല്ലാ പൈശാചിക കോട്ടകളെയും ഇന്ന് രാത്രി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ നാസറേയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുകയാണ്. We give you glory. We give you glory. Thank you, Holy Spirit. Thank you, Alhatala Baba Yazianto Roboyo. Yeshuve Aradhyare. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഒരിക്കൽ കൂടെ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഒരു പ്രാവശ്യം
പ്രാവശ്യം ചേർത്ത് പറഞ്ഞേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്ക് മരിച്ചതിന ഞാനെന്നും അങ്ങേ ആരാധി. വിശ്വാസമുണ്ടെങ്കിൽ പറഞ്ഞേ, എനിക്ക് മരിച്ചതിന ഞാനെന്നും അങ്ങേ ആരാധി. എല്ലാ കരങ്ങളും ഉയർത്തി പറഞ്ഞ് യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ. ഒരു പ്രാവശ്യം കൂടെ യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യ. ഓ ഹല്ലേലൂയ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. നല്ല പിതാവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നീ ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ജനത്തോട് ദൈവം സംസാരിച്ചാട്ടെ, ഈ ദേശത്തോട് ദൈവം സംസാരിച്ചാട്ടെ. പിതാവ്, ഞങ്ങൾക്കറിയാം ആത്മാക്കളുടെ പെരുപ്പത്തിലല്ലോ, ആത്മാക്കളുടെ ഒരുക്കത്തിലാണല്ലോ ദൈവം സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രി ജനം ആവേശത്തോടും ആഗ്രഹത്തോടും കൂടെ നിന്റെ ശബ്ദത്തിനായി ആഗ്രഹിച്ച് ഈ ഹാളിൽ ഈ ഗ്രൗണ്ടിലായിരിക്കുന്നു. ദൈവം ഇവരോട് സംസാരിച്ചാട്ടെ. നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളോട് ദൈവം ഇടപെട്ടാട്ടെ. ഈ രാത്രി ഞങ്ങൾ മടങ്ങുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിച്ചു എന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും ദൈവ പ്രവൃത്തികളെ കണ്ടവരായി മടങ്ങുവാൻ കർത്താവ് കൃപ ചെയ്താട്ടെ. ഇന്ന് രാത്രി ഇരിക്കുന്ന എല്ലാവരുടെ ദൈവാഴമായി സംസാരിക്കും. മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ് ഇന്ന് രാത്രി ധ്യാനത്തിന് ആധാരമായി നമ്മൾ വായിച്ചത്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 66 പുസ്തകങ്ങളുടെ വിശുദ്ധ വേദ പുസ്തകത്തെ പുതിയ നിയമമെന്നും പഴയ നിയമമെന്നും 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. ഇങ്ങനെ 2 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകത്തിന്റെ പുതിയ നിയമവും പഴയ നിയമവും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചരിത്രം തിരിയുന്നത്, അതിനകത്ത് ഉള്ള മനുഷ്യന്റെ ചരിത്രം തിരിയുന്നത് 2 ചോദ്യങ്ങളോടുകൂടെയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ വായിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യമാണ്. അവിടെ തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു, സ്വത്രം, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, അവൻ മനുഷ്യ നീ എവിടെ എന്ന് ചോദിച്ചു. പഴയ നിയമത്തിൽ മാനവജാതിയുടെ ചരിത്രം തിരിഞ്ഞത് ഈ ഒറ്റ ചോദ്യത്തോടുകൂടെയാണ്. ആ ചോദ്യം ഇതായിരുന്നു, മനുഷ്യ നീ എവിടെ? രണ്ടാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ മനുഷ്യന്റെ ചരിത്രം തിരിക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യമാണ് നിങ്ങൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇന്ന് രാത്രി ധ്യാനത്തിന് ആധാരമായി നമ്മൾ വായിച്ച വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ 2 ചോദ്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായി മനുഷ്യരാശിയുടെ ചരിത്രത്തെ തിരിക്കുവാനിടയായ ചോദ്യങ്ങൾ. ഇതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത, ഒന്നാമത്തെ ചോദ്യം മനുഷ്യൻ ദൈവത്തെ തിരയുകയാണ്. സ്വന്തം ദൈവം മനുഷ്യനെ തിരയുകയാണ്.
യഹോവയായ ദൈവം മനുഷ്യനെ തിരഞ്ഞു ചോദിക്കുന്നു, നീ എവിടെയാണ്? ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകുന്നേരം വെയിലാറുമ്പോൾ താൻ സൃഷ്ടിച്ച തന്റെ കരപല്ലവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ട് തന്റെ മൂക്കിലെ ശ്വാസം ഊതി ജീവൻ കൊടുത്ത തന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യനെ കാണുവാൻ, അവനോട് സംസാരിപ്പാൻ, മനുഷ്യൻ എങ്ങനെയുണ്ടെന്നറിയാൻ ഇതാ തോട്ടത്തിലേക്ക് യഹോവയായ ദൈവം ഇറങ്ങി വരുന്നു. എന്നാൽ അവൻ ഇറങ്ങി വരുമ്പോൾ ദൈവം എല്ലാ ദിവസവും മനുഷ്യനെ കാണുന്ന ഇടത്ത് അവനെ കണ്ടില്ല. ഇതാ ദൈവം മനുഷ്യനെ തിരയുകയാണ്. മനുഷ്യ, നീ എവിടെ? ഒന്നാമത്തെ ചോദ്യം ദൈവം മനുഷ്യനെ തിരയുന്നതാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇവിടെ മനുഷ്യനെ ദൈവം തിരയുന്നതല്ല, മനുഷ്യൻ ദൈവത്തെ തിരയുകയാണ്. ഒരു സമയത്ത് പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇതാ പുതിയ നിയമത്തിന്റെ ആരംഭം. അവിടെ മനുഷ്യന്റെ ചരിത്രത്തെ തിരിച്ചത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ ഇതാ മനുഷ്യൻ ദൈവത്തെ തിരയുകയാണ്. യഹൂദന്മാരുടെ രാജാവായി പുറന്നവൻ എവിടെ? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം, ആശ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം, സമാധാനം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം, സന്തോഷം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം, അതവർക്ക് തിരികെ കൊടുക്കാൻ ഇതാ ഒരു ദൈവത്തെ തരികയാണ്. യഹൂദന്മാരുടെ രാജാവായി പുറന്നവൻ എവിടെ? കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാ, മനുഷ്യനെ ദൈവം തിരയുകയാണ്. ആ ചോദ്യം ഇങ്ങനെ, മനുഷ്യ നീ എവിടെ? ഇന്ന് രാത്രി ഞാൻ ഈ ഗ്രൗണ്ടിൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഈ ദൈവ ശബ്ദം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഈ ചോദ്യം ഈ ഗ്രൗണ്ടിലും പ്രസക്തമാണ്. ഈ ചോദ്യം ഇതിനകത്ത് കേൾക്കുന്ന പലരോടും ഈ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം ഇതാണ്, മനുഷ്യ നീ എവിടെ? ദീർഘവർഷങ്ങളായി ദൈവം നിന്നെ തിരയുന്നു. വർഷങ്ങളായി ദൈവം നിന്നെ അന്വേഷിക്കുന്നു. നിന്നെ ആ സമാധാനത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ, നിനക്ക് നിത്യ രക്ഷ നൽകാൻ, നിനക്ക് നിത്യ ജീവൻ നൽകാൻ, നിനക്ക് നിത്യ സമാധാനം നൽകാൻ ലോകത്തിന് തരാൻ കഴിയാത്ത, മനുഷ്യന് തരാൻ കഴിയാത്ത, മെഡിസിന് തരാൻ കഴിയാത്ത ആ സന്തോഷം, ആ സമാധാനം, ആ സൗഖ്യം നിനക്ക് തരാൻ ഇതാ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. മനുഷ്യ നീ എവിടെ? ഇന്ന് രാത്രിയിൽ ആ ചോദ്യം നിന്നോട് ദൈവം ആവർത്തിക്കുകയാണ്. ഈ രാത്രി നീ എന്നെ കേൾക്കുന്നത് എവിടെയെന്ന് എനിക്കറിയില്ല. ഇവര് പക്ഷേ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാകാം, നീ പുറത്തായിരിക്കാം, നിന്റെ ഭവനത്തിന്റെ ഉള്ളിരുന്നോടെ നീ ചോദ്യം ചോദിക്കുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിയിലും ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുകയാണ്. Where are you? നീ എവിടെയാണ്? ഇന്ന് രാത്രി നീ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആ ജീവിതം നിനക്ക് തിരികെ തരാം. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇതാ എന്ന് പറയാൻ മനസ്സുള്ളവർക്കായി ഈ രാത്രി അവൻ പ്രവർത്തിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ആ ചോദ്യം ഇന്ന് രാത്രിയിലും ഈ ഗ്രൗണ്ടിലും പ്രസക്തമാണ്. മനുഷ്യ നീ എവിടെ? പഴയ നിയമത്തിൽ ഉടനീളം നിങ്ങൾ പരിശോധിച്ചാൽ ഈ ചോദ്യം പഴയ നിയമത്തിൽ ഉടനീളം ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും ഉയരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യനെ അന്വേഷിച്ചു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ ദൈവം അന്വേഷിച്ചപ്പോൾ ദൈവം നീതിമാനായി നോഹയെ കണ്ടെത്തി. അബ്രഹാമിന്റെ കാലത്ത് ദൈവം മനുഷ്യനെ അന്വേഷിച്ചു. അവന് വേണ്ടിയ ഒരു സമൂഹത്തെ തിരഞ്ഞെടുക്കാൻ ദൈവം മനുഷ്യനെ അന്വേഷിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ കണ്ടെത്തി. ഇങ്ങനെ കാലാകാലങ്ങളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പഴയ നിയമത്തിലുണ്ടായി. എന്നാൽ ദൈവം ചിന്തിച്ചതുപോലെ മാനവജാതിയെ മുഴുവനായി എന്നേക്കുമായി പാപത്തിന്റെ പിടിയിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരുവാൻ മാനവജാതി ചോദ്യം ചെയ്യപ്പെട്ട ഒരു ചോദ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ദൈവം പ്രവാചകന്മാരെ അയച്ചു, അവൻ പുരോഹിതന്മാരെ അയച്ചു, അവൻ ശക്തന്മാരായ അഭിഷിക്തന്മാരെ എഴുന്നേറ്റു. എലിയാവ് എഴുന്നേറ്റു, എലീഷ എഴുന്നേറ്റു, യിരെമ്യാവ് എഴുന്നേറ്റു, യെശയ്യാവ് എഴുന്നേറ്റു. ഇങ്ങനെ നൂറുകണക്കിന് പ്രവാചകന്മാർ, നൂറുകണക്കിന് പുരോഹിതന്മാർ, നൂറുകണക്കിന് രാജാക്കന്മാർ അവൻ ലോകത്തിൽ വന്നു. എന്നാൽ മാനവജാതിയെ മുഴുവനായി ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോ ഇതാ 2024 വർഷങ്ങൾക്ക് പുറകിൽ ഒരു ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂലോകത്തിലേക്ക് അയക്കുകയാണ്. അവൻ ഭൂലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചോദ്യം പിറക്കുന്നു. അത് മത്തായി സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിലാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ ശ്രദ്ധയോടെ ഈ ദൈവശബ്ദം ശ്രദ്ധിക്കണം.
എന്നെ കേൾക്ക്, പഴയ നിയമത്തിലുടനീളം ദൈവം സ്വന്തം മനുഷ്യനെ തെരഞ്ഞു. എന്നാൽ അവൻ മലാഖി പ്രവചനത്തിന് ശേഷം അടുത്ത 400 വർഷക്കാലം പ്രവാചകന്മാർ വന്നില്ല, പുരോഹിതന്മാർ വന്നില്ല, ദൈവ ശബ്ദം കേൾക്കുന്നവർ ഉണ്ടായില്ല. അങ്ങനെ 400 വർഷം ഇരുണ്ട കാലഘട്ടം വന്ന് സ്വത്രം ദൈവ വേദപണ്ഡിതന്മാർ വിളിച്ച ആ 400 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ദൈവ ശബ്ദം കേൾക്കാനില്ലാതെ മനുഷ്യൻ വലയുകയാണ്. അവന്റെ പ്രത്യാശ എന്നേക്കുമായി നഷ്ടപ്പെട്ടു, അവന്റെ പ്രതീക്ഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവൻ മനസ്സിലാക്കി ദൈവപിതാ മാനവജാതിയെ കൈവിട്ടു. അവൻ തിരിച്ചറിഞ്ഞു ദൈവപിതാ മാനവജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടം കഴിയുമ്പോൾ മാനവജാതിയെ എന്നേക്കുമായി പാപത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇതാ ഒരുവൻ ഉയരത്തിൽ നിന്ന് വരുന്നു. അവന്റെ പേരായിരുന്നു നാസറേയനായ യേശു. ഓ ഹല്ലേലൂയ! ഇന്ന് രാത്രി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവർക്കറിയാം ഞങ്ങളെ രക്ഷിക്കാൻ ഒരു മശിഹ വരുന്നു. എന്നാൽ അവിടെ എവിടെ എപ്പോൾ എങ്ങനെ എന്ന് മാനവജാതിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇതാ സ്വത്രം സർവശക്തനായ ദൈവം മാനുഷിക രൂപത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതാ വിദ്വാൻമാർ അവൻ വന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ തെരഞ്ഞു വരികയാണ്. ഇനി എന്നെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അവനെ തെരഞ്ഞു വരികയാണ്. അവൻ ലോകത്തിൽ മാനവജാതിയെ വിടുവിപ്പാൻ ഇറങ്ങി വന്ന ദൈവ കുഞ്ഞാടിനെ തിരഞ്ഞ് ഇതാ വിദ്വാൻമാർ കിഴക്കൊരു നക്ഷത്രം കണ്ടതുകൊണ്ട് അവൻ വരികയാണ്. അവർ വന്ന് ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ മുൻപിലെത്തിയപ്പോൾ കൊട്ടാരത്തിന്റെ അകത്ത് കയറി ചോദ്യം ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അതിന്റെ അർത്ഥം ഇതാണ്, ഞങ്ങളുടെ പ്രതീക്ഷ എവിടെ? ഞങ്ങളുടെ പ്രത്യാശ എവിടെ? ദീർഘവർഷങ്ങളായി ഞങ്ങൾ കാത്തിരുന്നവൻ എവിടെ? ദീർഘനൂറ്റാണ്ടുകളായി ഞങ്ങൾ വെയിറ്റ് ചെയ്തവൻ എവിടെ? ദീർഘവർഷങ്ങളായി ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചവൻ എവിടെ? അവരുടെ രാജകൊട്ടാരത്തിന്റെ അകത്ത് അവൻ ആ പ്രതീക്ഷയെ അന്വേഷിക്കുന്നു, ആ സർവശക്തനെ അന്വേഷിക്കുന്നു, ആ ഇറങ്ങി വന്നവനെ അന്വേഷിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇന്ന് രാത്രി ഈ ചോദ്യചിഹ്നവുമായി എന്റെ ശബ്ദം കേൾക്കുന്നവർ ഈ ഗ്രൗണ്ടിന്റെ അകത്തും പുറത്തുമുണ്ട്. ദീർഘവർഷങ്ങളായി ഞങ്ങളൊരു സൗഖ്യം പ്രതീക്ഷിക്കുന്നു, ദീർഘവർഷങ്ങളായി ഞങ്ങൾ ആ സമാധാനം പ്രതീക്ഷിക്കുന്നു, ദീർഘവർഷങ്ങളായി ഞങ്ങൾ ആനന്ദം പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ ആ സന്തോഷം പ്രതീക്ഷിക്കുന്നു, ഞങ്ങളെ വിടുവിപ്പാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ചുമക്കുന്ന രോഗം മാറ്റാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾ ചുമക്കുന്ന ഞങ്ങളുടെ പ്രശ്നം മാറ്റാൻ ആരെങ്കിലും വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി പ്രിയ സുഹൃത്തെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സന്തോഷം നൽകാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ സമാധാനം നൽകാൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ രക്ഷ നൽകാൻ ഈ ഭൂമിയിലും ഈ ഉയരത്തിലും താഴെയുമായി ഒരു നാമമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഒരു നാമമാണ്. ആ നാമത്തിന്റെ പേരാണ് നാസറേയനായ യേശു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരം തട്ടി അവന്റെ നാമത്തിന് മഹത്വം കൊടുത്തേ. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നാസറേയനായ യേശുവിന്റെ നാമമാണ്. ആ നാമത്തെയാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. ആ നാമത്തെ മനസ്സിലാക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഇന്ന് രാത്രി ഇതാ ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. നിന്റെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിനകത്ത് അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. തകർന്നു പോയ നിന്റെ പടകിനകത്ത് അവൻ കയറി വരാൻ പോകുകയാണ്. ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തിനകത്ത് അവൻ കയറി വരാൻ പോകുകയാണ്. രോഗത്താൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ അവൻ നിന്റെ ഭവനത്തിനകത്ത് കയറി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഹൃദയത്തെ തുറന്ന് ആ നാമത്തെ ഉയർത്താൻ നിനക്ക് കഴിഞ്ഞാൽ, യേശുവേ എന്ന് വിളിക്കാൻ കഴിഞ്ഞ ഈ രാത്രി അവൻ നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറകളിൽ, നിന്റെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ ഇന്ന് രാത്രി സൗഖ്യമായി, വിടുതലായി, രക്ഷയായി ഇറങ്ങി വരികയാണ്. കരമടിച്ചിന്ന് രാത്രി ഹല്ലേലൂയ, കരമുയർത്തി വരുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാ വിദ്വാൻമാർ ഹേരോദാവിന്റെ കൊട്ടാരത്തിനകത്ത് അവനെ അന്വേഷിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ?
ഇന്ന് രാത്രി മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയാണ് സംഭവിക്കുന്നത്. മനുഷ്യന് സത്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്, മനുഷ്യന് സത്യത്തെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്, മനുഷ്യന് യഥാർത്ഥമായ രക്ഷ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, മനുഷ്യന് യഥാർത്ഥമായ സന്തോഷം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവന്റെ അന്വേഷണം പോകുന്നത് ശരിയായ വഴിക്കല്ല. ഇന്ന് രാത്രി എത്ര പേരുടെ കൂടെയുണ്ട്? മനുഷ്യന് നിത്യമായ രക്ഷ അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അവന്റെ അന്വേഷണം നീളുന്നത് ശരിയായ പാതയിലേക്കല്ല. ആമേൻ, സ്തോത്രം. ഇതാ രക്ഷകനായി പിറന്നവനെ തേടി അവർ പോകുമ്പോൾ അവർക്കൊരു നക്ഷത്രം കിഴക്ക് ഉദിച്ചിരുന്നു. ആ നക്ഷത്രത്തെ നോക്കി അവർ സഞ്ചരിക്കുന്ന പാതയിലാണ് അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ കയറുന്നത്. എന്നാൽ നക്ഷത്രം ഹെരോദാവിന്റെ കൊട്ടാരത്തെ അവർക്ക് കാണിച്ചു കൊടുത്തിരുന്നില്ല. അവർ അന്വേഷിച്ചത് യഥാർത്ഥമായ രക്ഷകനെയായിരുന്നു, എന്നാൽ അവർ എത്തപ്പെട്ടത് തെറ്റായ ഒരു കൊട്ടാരത്തിന്റെ അകത്തേക്കായിരുന്നു. ഇന്ന് രാത്രിയിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവൻ അന്വേഷിക്കുന്നത് നിത്യമായ സമാധാനമാണ്, അവൻ അന്വേഷിക്കുന്നത് നിത്യമായ രക്ഷയാണ്, അവൻ അന്വേഷിക്കുന്നത് നിത്യമായ സന്തോഷമാണ്. എന്നാൽ അവൻ എത്തപ്പെടുന്നത് ശരിയായ പാതയിലല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. നീ ഒരു അന്വേഷണത്തിന്റെ അകത്താണെങ്കിൽ സത്യം എന്താണെന്നും നിത്യത എന്താണെന്നും നിത്യ സമാധാനം എന്താണെന്നും എന്നറിയാൻ ഒരു അന്വേഷണത്തിന്റെ പുറകിലാണ് താങ്കളെങ്കിൽ ഇന്ന് രാത്രി ശരിയായ പാതയിലേക്ക് നിങ്ങളെ വഴിതിരിച്ചു വിടാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് നിനക്ക് സയൻസിൽ കാണാൻ കഴിയില്ല, നിന്റെ പഠന പുസ്തകത്തിൽ അത് നിനക്ക് അന്വേഷിച്ചറിയാൻ കഴിയില്ല, നീ കേൾക്കുന്ന ഏതോ ചില മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ അത് അന്വേഷിച്ചറിയാൻ കഴിയില്ല. ഇന്ന് രാത്രി സത്യം നീ അന്വേഷിക്കുന്നെങ്കിൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഈ വിശുദ്ധ വേദപുസ്തകമല്ലാതെ നിത്യ രക്ഷയ്ക്ക്, നിത്യ സമാധാനത്തിന്, നിത്യ സന്തോഷത്തിന് വേറെ മാർഗം ഇല്ലേ ഇല്ല. ഇന്ന് രാത്രി നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ അന്വേഷിക്കുന്നത് എവിടെയാണെങ്കിലും ഈ സത്യ പുസ്തകത്തിൽ നിന്നല്ലാതെ നിത്യമായ സമാധാനം അന്വേഷിച്ചറിയാം, നിത്യമായ രക്ഷകരെ അറിയാം, നിത്യമായ ജീവനെ കണ്ടെത്താൻ വേറെ മാർഗമില്ലേ ഇല്ല. ഹല്ലേലൂയ. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരോ ചോദിക്കുന്നു, പാസ്റ്റർ അതെങ്ങനെ പറയാൻ പറ്റും? ആമേൻ, സ്തോത്രം. ഒരുപക്ഷെ രക്ഷ കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ ഉണ്ടെങ്കിലോ, സമാധാനം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ ഉണ്ടെങ്കിലോ, സന്തോഷം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ ഉണ്ടെങ്കിലോ, സമാധാനം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ ഉണ്ടെങ്കിലോ, ഇന്ന് രാത്രി ഞാനൊരു സിമ്പിളായ ഉദാഹരണം പറയാം. 1+1 എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് ആമേൻ സ്തോത്രം നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി ഉത്തരം തരാനുണ്ടാകും. ചിലർ പറയും ഈ 1+1 ഉത്തരം ആമേൻ സ്തോത്രം 3 പാസ്റ്ററെ, ചിലർ പറയും അതിന്റെ ഉത്തരം 5 പാസ്റ്ററെ, ചിലർ പറയും അതിന്റെ ഉത്തരം 9 പാസ്റ്ററെ, ചിലർ പറയും അത് 10. ഇന്ന് രാത്രി 1+1 എന്ന ചോദ്യത്തിന് 100 മറുപടികൾ നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി 1+1 എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം 1 ഉള്ളൂ, അതിന്റെ ഉത്തരം 2 എന്നതാണ്. ഇന്ന് രാത്രി നിത്യരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ 100 കണക്കിന് മാർഗങ്ങൾ കേട്ടിട്ടുണ്ടാകാം, നിത്യ സമാധാനത്തിന് നിങ്ങൾ 100 കണക്കിന് അവൻ വഴികൾ കണ്ടിട്ടുണ്ടാകാം, നിങ്ങൾ 100 കണക്കിന് ഉത്തരങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടിയായി മനുഷ്യർ പറഞ്ഞു കാണാം. എന്നാൽ ഇന്ന് രാത്രി നിത്യ സമാധാനത്തിനും നിത്യരക്ഷയ്ക്കുമായി ശരിയായ ഉത്തരം 1 മാത്രമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഉയർത്തുന്ന യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ഹല്ലേലൂയ. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ ശ്രദ്ധിച്ചേ. ഇതാ രക്ഷകനെ കണ്ടെത്താൻ, അവൻ യഥാർത്ഥമായ ഒരു പ്രത്യാശയെ കണ്ടെത്താൻ മനുഷ്യർ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വിദ്വാൻമാർ എത്തപ്പെട്ടത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ ഹെരോദാവിന്റെ മനസ്സിലായി എനിക്ക് പകരക്കാരനായി ഒരുവൻ വരികയാണ്, ഇതാ എന്റെ അധികാരം അവസാനിക്കാൻ പോകുന്നു എന്നവൻ കേട്ടപ്പോൾ അവന് ഭയമുണ്ടായി. അതുകൊണ്ട് ഈ രക്ഷകൻ എവിടെ നിന്ന് വരുമെന്ന് അന്വേഷിക്കാൻ അവൻ ഒരു മാർഗം കണ്ടെത്തി. അവൻ വിദ്വാൻ വിളിച്ചു, അവൻ ശാസ്ത്രിമാരെ വിളിച്ചു, അറിവുള്ളവരെ വിളിച്ചു, അവരെല്ലാം അന്വേഷിക്കുകയാണ് ഈ രക്ഷകൻ എവിടെ നിന്ന് വരും.
അവർക്കറിയാവുന്ന പുസ്തകങ്ങൾ അവർ പഠിച്ചു, അവർക്കറിയാവുന്ന സയൻസ് പുസ്തകങ്ങൾ അവർ പഠിച്ചു, എന്നാൽ ഉത്തരം കിട്ടിയില്ല. അവർക്കറിയാവുന്ന എല്ലാവരോടും അവർ പരസ്പരം ചോദിച്ചു, എന്നാൽ ഉത്തരം കിട്ടിയില്ല. അവർ അറിവിനെ ഉപയോഗിച്ചു, അവരുടെ ജ്ഞാനത്തെ അവർ ഉപയോഗിച്ചു, അവർക്ക് ലഭ്യമായ എല്ലാ ഉറവിടങ്ങളെയും അവർ ഉപയോഗിച്ചു, എന്നാൽ ഉത്തരം കിട്ടിയില്ല. എന്നാൽ അവസാനം ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ അവർ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ തിരഞ്ഞു. പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ രക്ഷയ്ക്കായി വേണ്ടിയവൻ ബേത്ലഹേമിൽ ജനിക്കും, രക്ഷയ്ക്കായി വരുന്നവൻ ബേത്ലഹേമിൽ ജനിക്കും. ഇന്ന് രാത്രിയിൽ അവർ അന്വേഷിച്ച ശാസ്ത്ര പുസ്തകങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതിരിക്കുമ്പോൾ രക്ഷകൻ എവിടെയുണ്ട് എന്ന് ഇതാ തിരുവെഴുത്തുകൾ പറഞ്ഞു കൊടുത്തു. ആ തിരുവെഴുത്തുകൾ പറഞ്ഞ ഉത്തരം അത് ബേത്ലഹേമിൽ സംഭവിക്കുമെന്നാണ്. ഇന്ന് രാത്രി കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, എന്റെ സ്നേഹിത, പ്രിയ സ്തോത്രം സഹോദരി, മാതാവേ, പിതാവേ, അമർ ഇന്ന് രാത്രി നിന്റെ സകല ചോദ്യത്തിന്റെയും ഉത്തരം വേദപുസ്തകം മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞ ഇന്ന് രാത്രി അതിന് ആമേൻ പറയാൻ തന്റെ ഇടമുള്ളവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തി ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിന്റെ സകല ചോദ്യത്തിന്റെയും ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ സകല പ്രശ്നത്തിന്റെയും ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ സകല രോഗത്തിന്റെയും ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ സമാധാനമില്ലായ്മയുടെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ തകർന്ന ജീവിതത്തിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ കണ്ണുനീരിന്റെ മറുപടി വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ തകർക്കപ്പെട്ട തലമുറകളുടെ ജീവിതം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ തകർക്കപ്പെട്ട അവൻ ഭർത്താവിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. തകർന്നു പോയ നിന്റെ സാമ്പത്തിക മേഖലയുടെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. ഓ ജീസസ്, ഇന്ന് രാത്രി വചനത്തെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കുഞ്ഞേ, ആരോ പറയുന്നു, പാസ്റ്റർ, ദീർഘമാസങ്ങളായി ഞാനൊരു പ്രശ്നത്തിന്റെ അകത്ത്, ദീർഘവർഷങ്ങളായി ഞാനൊരു വേദനയുടെ അകത്താണ്. എൻ്റെ തലമുറകൾ എങ്ങനെ മടങ്ങി വരുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവ് മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സാമ്പത്തികം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ആ വിശ്വത്രം ഉത്തരവില്ലാത്ത ചോദ്യങ്ങളുടെ മുൻപിൽ നിന്റെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ രാത്രി എന്നേക്കും നിനക്കൊരു ഉത്തരം തരാൻ കഴിവുള്ളൊരു പുസ്തകത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ആ പുസ്തകത്തിന്റെ പേര് വിശുദ്ധ ബൈബിൾ എന്നാണ്. ഇന്ന് രാത്രി ഈ വേദപുസ്തകത്തിനല്ലാതെ നിന്റെ ചോദ്യത്തിന് മറുപടി തരാൻ മറ്റൊന്നിനും കഴിയില്ല. ഈ വിശുദ്ധ ബൈബിളിലല്ലാതെ നിന്റെ പ്രശ്നത്തിന്റെ മറുപടി തരാൻ ഒന്നിനും കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദീർഘവർഷങ്ങൾക്ക് മുൻപ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു അഭിഷിക്തനായിരുന്നു ജോൺ അലക്സാണ്ടർ ഡൊവി. 19-ാം നൂറ്റാണ്ടിൽ ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെട്ട ഒരു അപ്പോസ്തലൻ, ശക്തമായി ദൈവത്താൽ പ്രയോജനപ്പെട്ട ഒരു അഭിഷിക്തൻ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധയോടെ കേൾക്കണം. ദീർഘവർഷങ്ങൾക്ക് പുറകിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ പതിയെ പതിയെ വളർന്നു വരുന്ന സമയത്ത് അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഒരു സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ ഒരു കുഞ്ഞു സഭയുമായി അദ്ദേഹം സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ സുദീർഘമായ വർഷങ്ങൾക്ക് പുറകിൽ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്തിലുടനീളം സംഭവിക്കപ്പെട്ടതുപോലെ ഒരു വലിയ മഹാമാരി, കോവിഡ് എന്ന മഹാമാരി നമ്മുടെ മേൽ വന്നതുപോലെ ഒരു വലിയ മഹാമാരി ഓസ്ട്രേലിയയുടെ അകത്ത് വന്നു വീണു. അങ്ങനെ അദ്ദേഹം സന്തോഷത്തോടെ തന്റെ ശുശ്രൂഷ ചെയ്തു വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആ ഓസ്ട്രേലിയ മുഴുവനായി ആ മാരകമായ രോഗത്താൽ പിടിക്കപ്പെട്ടു. ഒത്തിരി മെഡിസിൻ അവർ ട്രൈ ചെയ്തു, ഒത്തിരി വൈദ്യശാസ്ത്രം ഒത്തിരി പ്രയത്നിച്ചു. എന്നാൽ ഈ മഹാമാരിയിൽ നിന്ന് ഒരു മനുഷ്യന് വിടുവിക്കപ്പെടാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ അന്ന് വരെ കണ്ടെത്തിയിട്ടില്ലാത്ത ആ രോഗം ആ രാജ്യത്തെ പിടിച്ചപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ജനം മരിച്ചു വീഴാൻ തുടങ്ങി. എന്തിനേറെ പറയുന്നു, ജോൺ അലക്സാണ്ടർ ഡൊവി അദ്ദേഹത്തിന്റെ സഭയിലെ ഓരോ മനുഷ്യരും മരിച്ചു വീഴുന്നത് അദ്ദേഹത്തിന്റെ കണ്ണാൽ കണ്ടു. ഏകദേശം 20ഓളം വരുന്ന ആത്മാക്കൾക്ക് അവരുടെ അന്ത്യകൂദാശ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ അവരുടെ ശവശരീരങ്ങളിൽ അദ്ദേഹം മണ്ണ് വാരിയിടുമ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒത്തിരി പൊങ്ങി വന്നു. എന്തുകൊണ്ട് ഈ മാരക രോഗം വന്നു? എന്തുകൊണ്ട് ഇതിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ഈ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നു? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുമായി ആ മനുഷ്യൻ നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഉയരുന്തോറും അദ്ദേഹത്തിന്റെ സഭയിൽ മരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭവനത്തിനകത്തും ഈ രോഗം വന്നുപെട്ടു. അദ്ദേഹത്തിന്റെ 2 സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കുന്ന ഒരു സഹോദരി, ഇവർക്ക് 3 പേർക്കും ഈ രോഗത്താൽ പിടിപെട്ടു.
അങ്ങനെ അടുത്ത ചില ദിവസങ്ങൾക്കകത്ത്, അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് തന്റെ ഭവനത്തിനകത്ത് ഈ മഹാമാരിയാൽ രോഗം വരുമെന്ന്, മഹാമാരിയാലുള്ള മരണം വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മരണത്തെ കാത്തുകൊണ്ട് ആ മനുഷ്യൻ നടക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതിന് ഒരു മറുപടി ഉണ്ടോ എന്ന്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടോ എന്ന്. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകാതെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മുറിയിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്റെ സഹോദരങ്ങളുടെ മരണം കാണുവാൻ കഴിയാതെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടി അദ്ദേഹം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു മറുപടി കൊടുക്കുകയായിരുന്നു. ആ മറുപടി ഇതായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അദ്ദേഹം വേഗത്തിൽ തന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചു. തന്റെ വേദപുസ്തകം തുറന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയായ ദൈവം തന്റെ പുത്രൻ ലോകത്തിൽ അയച്ചു. രോഗം ബാധിച്ച, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയും കൊണ്ട് അവൻ സഞ്ചരിച്ചു എന്ന് അവിടെ എഴുതിയിരുന്നു. ഡോവയ്ക്ക് മനസ്സിലായി, എന്റെ ചോദ്യത്തിന്റെ ഉത്തരം വേറെ ഒരിടത്തുമില്ല, അത് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. തനിക്ക് ലഭിച്ച ഉത്തരവുമായി ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. വളരെ ആവേശത്തോടുകൂടെ ദൈവം തനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയ ഉത്തരവുമായി അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഇതാ താന്റെ അടുക്കൽ ഒരു വ്യക്തി ഓടി വരികയാണ്. ഡോവി, വേഗത്തിൽ വാ, നിന്റെ വീടിനകത്ത് അവൻ മരണം കാത്തുകൊണ്ട് ഒരു വ്യക്തി കിടക്കുന്നു. നിന്റെ ജോലിക്കാരിയായ മരിയ ഇതാ മരിക്കുകയാണ്. ഈ മാരക രോഗത്താൽ, മെഡിസിൻ ഇല്ലാത്ത രോഗത്താൽ ഇതാ അവൾ മരിക്കുകയാണ്. വേഗത്തിൽ വരാൻ പറഞ്ഞു. ആ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉത്തരത്തെ തന്റെ മാറോട് ചേർത്തുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് ഓടിക്കയറി. തന്റെ ജോലിക്കാരുടെ റൂമിലേക്ക് പോയപ്പോൾ ഇതാ ആ സഹോദരി അവിടെ മരിച്ചു വീഴുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, അടുത്ത ചില മണിക്കൂറുകൾക്കകത്ത് ഈ സഹോദരി മരിക്കും. ഈ രോഗത്തിന്റെ പ്രത്യേകത, ഈ രോഗം വന്നു കഴിഞ്ഞാൽ മരണസമയത്ത് ഭയങ്കരമായ വേവലാതി ഉണ്ടാകും. ഭയങ്കരമായി അവർ ആംഗ്യങ്ങൾ കാണിക്കും. അവരുടെ പല്ലുകൾ മുറുകെ കടിച്ചു പിടിക്കും. അവരുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകും. ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ആ രോഗി മരിക്കുന്നത്. ഇദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാ തന്റെ കണ്ണിന്റെ മുൻപിൽ തനിക്ക് ഇതുവരെ സേവിച്ചു പോന്നിരുന്ന ആ മരിയ എന്ന വേലക്കാരി മരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ വന്ന് പറഞ്ഞു, കണ്ടില്ലേ അലക്സാണ്ടർ ഡോവി, ദൈവത്തിന്റെ പദ്ധതികൾ പലപ്പോഴും ഇങ്ങനെയാണ്. പലപ്പോഴും ദൈവം നമ്മെ മരണത്തിലേക്ക് തള്ളിവിടും. എന്നാൽ ഇത് കേട്ടപ്പോൾ ഡോവിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഇവിടെ ഞാൻ നിൽക്കുന്നത് ഈ ചോദ്യത്തിന്റെ മറുപടിയുമായിട്ടാണ്. ഇത് പിശാചിന്റെ തന്ത്രമല്ല. ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ഇത് പിശാചിന്റെ തന്ത്രമാണ്. അതിനെ അഴിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഓ ജീസസ്, തനിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കിട്ടിയ മറുപടിയായി ആ മനുഷ്യരുടെ മുട്ടുമടക്കി തന്റെ അധരം തുറന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ ഈ രോഗബന്ധനത്തെ ഞാൻ ശാസിക്കുന്നു എന്ന മനുഷ്യൻ പറഞ്ഞ മാത്രയിൽ ആ സിസ്റ്ററുടെ, ആ സഹോദരിയുടെ ശരീരം നിശ്ചലമായി. ആരോ പറഞ്ഞു, ഡോവി അവൾ മരിച്ചു, അവൾ മരിച്ചു, അവൾ മരിച്ചു. ഡോവി പറഞ്ഞു, അവൾ മരിച്ചതല്ല, അവൾ എഴുന്നേൽക്കാൻ പോകുകയാണ്. അടുത്ത ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഇതാ മരണാസന്നയായി കിടന്ന ആ സഹോദരി ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വന്നു. സ്തോത്രം. തന്റെ മറുപടിയുടെ മുമ്പിൽ ഈ അത്ഭുതം കണ്ട ആ മനുഷ്യൻ ഓടി തന്റെ സഹോദരന്റെ ഈ സഹോദരിയുടെ റൂമിലേക്ക് കയറി ചെന്നു. അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടായി. നിങ്ങൾക്ക് കേൾക്കണോ, അടുത്ത വർഷങ്ങൾ ഓസ്ട്രേലിയയിൽ ഒത്തിരി പേർ മരിച്ചപ്പോൾ ഡോവിയുടെ ചർച്ചിനകത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഉത്തരം ലഭിച്ചവന്റെ സഭയിടകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. മരിക്കാൻ വന്ന രോഗികൾ ഡോവി കൈവച്ചപ്പോൾ സൗഖ്യമായി. ഇന്ന് രാത്രി നീ അറിയണം, നിന്റെ സകല ചോദ്യത്തിന്റെ ഈ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് രാത്രി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ രോഗം എത്ര ആഴമേറിയതായിരുന്നാലും, നിന്റെ പ്രശ്നം എത്ര ആഴമേറിയതായിരുന്നാലും, നിന്റെ കടനീർ ആർക്കും തുടയ്ക്കുവാൻ കഴിയാത്ത എത്ര ആഴത്തിൽ വലിപ്പമേറിയതായിരുന്നാലും, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ സകല ചോദ്യത്തിന്റെ ഈ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. നിന്റെ രോഗത്തിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് രാത്രി ആ യേശുവിനെ വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ആ യേശുവിൽ വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി സകല പ്രശ്നത്തെയും മാറ്റി, സകല രോഗത്തെയും മാറ്റി, സകല വേദനയും മാറ്റി, സകല കണ്ണുനീരുകളെയും തുടച്ച് ഇന്ന് രാത്രി നിന്നെ പിന്നെയും എഴുന്നേൽപ്പിക്കാൻ അവർ ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി ഉലാടുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ആ യേശുവിനെ നന്ദി പറഞ്ഞോ. എല്ലാവരും come on കരമടിച്ച് ഇന്ന് രാത്രി ആ യേശുവിനെ നന്ദി പറഞ്ഞു. കരമടിച്ച് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഇപ്പോൾ ചിലരുടെ അകത്ത് ആ രോഗസൗഖ്യങ്ങൾ നടക്കുന്നു. ചിലരുടെ അകത്ത് ഇന്ന് രാത്രി ആ വിടുതലുകൾ നടക്കുന്നു.
സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. കരമടിച്ചതിനെ സ്വീകരിക്കുക. കരമടിച്ച് ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ പ്രശ്നങ്ങൾക്ക് മാറ്റം വരട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ നിരാശകൾ മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ പ്രയാസങ്ങൾ മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ അസമാധാനം മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ ഹാർട്ട് പ്രോബ്ലം മാറട്ടെ. ദീർഘവർഷങ്ങളായുള്ള ആ രോഗം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി വരുന്ന നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. അവൻ നിന്റെ സകല ചോദ്യത്തിന്റെയും ഉത്തരമാണ്. കരമുയർത്തി വരാമെന്ന് പറഞ്ഞോട്ടെ. ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഈ മാംഗ്ലൂരിൽ ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തെ സ്വതന്ത്രം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഒരുമിച്ച് ആശുപത്രിയിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, വാട്ട് ഈസ് എ മാറ്റർ, എന്താ കാര്യം? സ്വതന്ത്രർ പറഞ്ഞു, പാസ്റ്റർ ആശുപത്രിയിൽ ഒരു വേണ്ടപ്പെട്ട മനുഷ്യൻ കിടപ്പുണ്ട്. ആ മനുഷ്യൻ സ്വതന്ത്രം മരണം കാത്തുകൊണ്ട് കിടക്കുകയാണ്. എപ്പോഴൊന്നില്ലാതെ ആ മനുഷ്യൻ മരിക്കും. എപ്പോഴൊന്നില്ലാതെ ആ സഹോദരൻ അവസാനിക്കും. അദ്ദേഹത്തിന്റെ അസ്ഥികൾക്കൊരു രോഗമുണ്ട്. എന്നെ കേൾക്കണേ, അസ്ഥികൾക്കൊരു രോഗമുണ്ട്. ഈ അസ്ഥികൾക്ക് പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ജോലി ചെയ്യാനൊക്കത്തില്ല. അസ്ഥികൾ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി മെഡിസിൻ എടുത്ത് പാസ്റ്റർ ഒത്തിരി പേരെ ആശ്രയിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പാസ്റ്റർ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. എനിക്കറിയില്ലായിരുന്നു അവിടെ പോയിട്ട് അവരോട് എന്ത് സംസാരിക്കണമെന്ന്. മരണം കാത്തുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ സ്വതന്ത്രം ദീർഘമായ മാസങ്ങൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ചെലവിട്ടു. ഒത്തിരി ആയിരങ്ങൾ അദ്ദേഹം ആ ഹോസ്പിറ്റലിൽ ചെലവിട്ടു. എന്നാൽ ആ ചോദ്യത്തിന് മറുപടി അവർക്കുണ്ടായില്ല. അവർക്കറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. എനിക്കും അറിയില്ലായിരുന്നു അവരോട് എന്ത് പറയണമെന്ന്. ഞാൻ ആശുപത്രിയിലേക്ക് പോയി. ആ മനുഷ്യന്റെ തലമുടിയെല്ലാം സ്വതന്ത്രം ഷേവ് ചെയ്തിരിക്കുന്നു. ആ മനുഷ്യൻ ഭയങ്കരമായി ടയർഡായിരിക്കുന്നു. ഒരു മനുഷ്യൻ കിടക്കുന്നു. ആ ബെഡിനോട് കൂടെ ചേർന്ന് ശരീരം ഒട്ടിക്കിടക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം വലിയ കാലതാമസമില്ലാതെ ആ മനുഷ്യൻ മരിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ അധ്വാനിച്ച് എൻ്റെ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്കറിയില്ല എനിക്ക് നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന ഈ വ്യക്തി ആരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, സ്വതന്ത്രം ഈ യേശു എന്നെ പിടിവിച്ച, ഈ യേശു എന്നെ സൗഖ്യമാക്കിയ, ഞാൻ ആ യേശുവിന് വേണ്ടി ജീവിക്കാം. അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വിശ്വാസം തോന്നി. എനിക്കറിയാം സ്വതന്ത്രം ഒരു മനുഷ്യൻ യേശുവിനെ കൈക്കൊണ്ട് അവന് വേണ്ടി എന്ത് ചെയ്യാൻ കർത്താവ് മനസ്സുള്ളവനാണ്. നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യൻ യേശുവിനെ കൈക്കൊണ്ട് അവന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ കർത്താവിന് കഴിയും. ഓ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും അവൻ പോകും. ഏതറ്റം വരെയും, ഏത് കാരാഗ്രഹത്തെയും അവൻ പൊളിക്കും. ഏത് മതിലുകളെയും അവൻ പൊളിക്കും. ഏത് യെരിഹോവിനെയും അവൻ ഉടയ്ക്കും. ഏത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെയും അവൻ പൊളിക്കും. ഏത് ചെങ്കടലിനെയും അവൻ രണ്ടാക്കും. ഏത് യോർദാനെയും അവൻ രണ്ടാക്കും. ഏത് കുന്നിനെയും അവൻ സമഭൂമിയാക്കും. അവന് വേണ്ടി, നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ. Oh, come on somebody. Oh yes, 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 yes. എനിക്കറിയില്ല ഇന്ന് രാത്രി ആരോട് ദൈവം സംസാരിക്കുന്നു. നീ യേശുവിനെ വേണ്ടി നിൽക്കുന്നുണ്ടോ? കർത്താവിനെ വേണ്ടി നിലകൊള്ളുന്നുണ്ടോ? നീ യേശുവിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഏതറ്റം വരെയും പോകാൻ ഇന്ന് രാത്രി ആരോട് ദൈവം പ്രവചിച്ചു പറയുകയാണ്. നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ. നിന്റെ പ്രശ്നത്തിന്റെ ആഴം എത്രയായിരുന്നാലും നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ. ഏത് മനുഷ്യനോടും സംസാരിക്കാൻ, പ്രകൃതിയോട് സംസാരിക്കാൻ, ഭൂഖണ്ഡങ്ങളുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ, രാജ്യങ്ങളോട് സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ അവൻ തയ്യാറാണ് എന്ന് ഞാൻ പ്രവചിച്ചാൽ ഇന്ന് രാത്രി അതിന് കരമടിച്ച് ഒരാമേൻ പറയാൻ തന്നെയുള്ളവർ. പോരല്ലോ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ സംഭവിക്കുന്നു. ചിലർക്ക് വേണ്ടി ചില വാതിലുകളെ തുറന്ന്, ചില മതിലുകളെ പൊളിച്ച്, ചില ഓടാമ്പലുകളെ കള്ളിച്ച്, ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി നീ പോലും ചിന്തിക്കാത്ത, നീ പോലും അറിയാത്ത വിശാലവും വലുതുമായ വാതിലുകൾ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി. Yes. അടയ്ക്കുവാൻ പിശാചിന് കഴിഞ്ഞെങ്കിൽ അത് തുറക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നറിയുക. നിന്റെ വാതിൽ അടയ്ക്കുവാൻ നിന്റെ സാഹചര്യങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഏത് സാഹചര്യങ്ങളെയും ഉടച്ചു മാറ്റി നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ, മരുഭൂമിയിലും ഉറവയെ തുറക്കാൻ.
ഇന്ന് രാത്രി ചിലരുടെ പ്രവചിക്കാൻ ദൈവം എന്നോട് പറയുന്നു, ചിലർക്ക് വേണ്ടി മരുഭൂമിയുടെ അകത്ത് ദൈവം വാതിൽ തുറക്കുകയാണ്. നീ മഴ കാണുകയില്ല, എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, നിനക്ക് വേണ്ടി വെള്ളം ഒഴുകി വരും. ആ മരുഭൂമിയുടെ അകത്ത് ഉറവകൾ തുറക്കും. ആ മരുഭൂമിയുടെ അകത്ത് നീ ചിന്തിക്കാത്തതുപോലെ ഉറവകൾ തുറക്കും. ഇന്ന് രാത്രി അടഞ്ഞുപോയ സകല വാതിലുകളും ഈ വചനത്തിന് വെളിപ്പാടിനാൽ ഇപ്പോൾ ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി വരും. നല്ല ഹാലേലൂയ പറഞ്ഞേ, ശക്തിയോടൊരു ഹാലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ശേഖരന്റെ അടുത്ത് പറ, ഏതറ്റം വരെയും ദൈവം നിനക്ക് വേണ്ടി പോകുമെന്ന്. ഹല്ലേലൂയ പറഞ്ഞ ശേഖരന്റെ അടുത്ത് പറ, നിനക്ക് വേണ്ടി ഏതറ്റം വരെയും ദൈവം പോകും. അവനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും ദൈവം പോകും. ഇന്ന് രാത്രി അവിടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കണമെങ്കിൽ ദൈവം ഇളക്കും. ചെങ്കടൽ പിളർക്കണമെങ്കിൽ അവൻ പിളർക്കും. അവൻ യോർദാൻ പിളർക്കണമെങ്കിൽ അവൻ പിളർക്കും. മരുഭൂമിയെ രണ്ടാക്കണമെങ്കിൽ അവൻ രണ്ടാക്കും. ഇന്ന് രാത്രി ചെങ്കടലിനെ പിളർക്കണമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി അത് പിളർക്കും. ഈ രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കണമെങ്കിൽ അവൻ ദൂതനെ ഇറക്കും. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കണമെങ്കിൽ അവൻ സ്വർഗം തുറക്കും. നിനക്ക് വേണ്ടി മരുഭൂമിയിൽ അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തണമെങ്കിൽ അവൻ അവന്റെ മഹത്വത്തെ ആ മരുഭൂമിയിൽ വെളിപ്പെടുത്തും. നിനക്ക് വേണ്ടി കാരാഗ്രഹത്തെ തുറക്കണമെങ്കിൽ ദൈവം അത് തുറക്കും. നിനക്ക് വേണ്ടി മരിച്ചവനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവം അത് ചെയ്യും. ഓ ജീസസ്, ഹല്ലേലൂയ. കാരണം അവൻ ഉത്തരങ്ങളുടെ ദൈവമാണ്. അവൻ ഉത്തരങ്ങളുടെ ദൈവമാണ്. നിന്റെ കയ്യിൽ ചോദ്യമുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഉത്തരമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? നിന്റെ കയ്യിൽ നിറയെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിനക്ക് തരാൻ തികഞ്ഞ ഉത്തരങ്ങളുണ്ട്. നിന്റെ കയ്യിൽ സ്വാമിസ്വത്ര കൺഫ്യൂഷനാക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്നെ നിറയ്ക്കുന്ന ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നവൻ വാക്കിന്റെ മാത്രം ദൈവമല്ല, ഞാൻ പ്രസംഗിക്കുന്നവൻ പ്രവൃത്തിയുടെ ദൈവമാണ്. ഇന്ന് രാത്രി അവൻ നിനക്ക് വേണ്ടി സംസാരിക്കുന്നെങ്കിൽ ആ വാക്കിന്റെ പുറത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഈ രാത്രി ആരാമേൻ പറയൂ. നീ ഇന്ന് രാത്രി കേൾക്കുന്നത് വെറും വാക്കല്ല, ഇത് ദൈവ പ്രവൃത്തിക്ക് മുന്നോടിയായി നീ കേൾക്കുന്ന അവന്റെ ശബ്ദമാണ്. ഹല്ലേലൂയ. കരമുയർത്തി വരും. നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. അവർ യേശുവിനെ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. അവർ യേശുവിനെ കണ്ടെത്തിയത് ഈ തിരുവെഴുത്തുകൾക്കകത്തായിരുന്നു. ഇന്ന് രാത്രി പ്രിയ സുഹൃത്തെ, നീ അന്വേഷിക്കുന്ന സമാധാനം, നീ അന്വേഷിക്കുന്ന ആ സൗഖ്യം, നീ അന്വേഷിക്കുന്ന ആ നന്മ വേറൊരിടത്ത് നിനക്ക് കാണാൻ കഴിയില്ല. അത് വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി നിനക്കിതിനെ വായിക്കാൻ കഴിഞ്ഞാൽ, ഇതിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതിനകത്തുണ്ട്. ഞാൻ മടങ്ങി വരികയാണ്. അങ്ങനെ യേശുവിനെ അന്വേഷിച്ച്, രക്ഷകനെ അന്വേഷിച്ച് അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ കയറി, പക്ഷെ കിട്ടിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇന്ന് രാത്രി ഈ ചോദ്യമാണ് മനുഷ്യർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ? ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം എവിടെ? ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ എവിടെ? നിങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നല്ലോ, ഒരു യേശുവിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല. അവൻ എവിടെ? അവൻ എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണുന്നില്ലല്ലോ. ദീർഘമാസങ്ങളായി ഞാൻ പള്ളിയിൽ പോകുന്നു, പക്ഷെ ഞാനത് കാണുന്നില്ല. ദീർഘവർഷങ്ങളായി ഞാൻ എൻ്റെ ചർച്ചിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു, പക്ഷെ ഞാനത് കാണുന്നില്ല. ദീർഘവർഷങ്ങളായി നിങ്ങൾ നടത്തുന്ന ഈ കൂട്ടായ്മ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, എന്നാൽ ഞാനത് കാണുന്നില്ല. അവൻ എവിടെ? ഞങ്ങൾ എത്രയോ പള്ളികളിൽ പോയി, ഞങ്ങൾ എത്രയോ മലകളിൽ പോയി, ഞങ്ങൾ എത്രയോ ആമേസ്തോത്രം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. അവൻ എവിടെ? ഞങ്ങൾ എത്രയോ ആമേസ്തോത്രം കൂടാരങ്ങളിൽ പോയി, അവൻ എവിടെ? ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ അന്വേഷിക്കാവുന്ന ഇടത്തെല്ലാം അവനെ അന്വേഷിച്ചു, എന്നാൽ ഞങ്ങൾ അവനെ കണ്ടില്ല. അവൻ എവിടെ? ഇന്ന് രാത്രി ആ ചോദ്യം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഇതാ വിശുദ്ധ വേദപുസ്തകം ഒരു ഉത്തരം തരികയാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേസ്തോത്രം ഇതാ മനുഷ്യൻ അന്വേഷിച്ച ആമേസ്തോത്രം ദൈവത്തെ നിങ്ങൾ ഒരിടത്ത് കാണുന്നു. അതിന്റെ 13-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി.
നിങ്ങൾ ചോദിച്ചില്ലേ അവൻ എവിടെയെന്ന്? നിങ്ങൾ ചോദിച്ചില്ലേ ദീർഘസംവത്സരങ്ങളായി ഞങ്ങൾ ആരാധിക്കുന്നു, ദീർഘസംവത്സരങ്ങളായി ഞങ്ങൾ എവിടെയൊക്കെയോ പോകുന്നു, ദീർഘസംവത്സരങ്ങളായി അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ അവിടെയും ഇവിടെയൊക്കെ പോയി, പക്ഷെ ഞങ്ങൾ അവനെ കണ്ടില്ലല്ലോ. ഇതാ അവനെ വേദപുസ്തകം ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തുകയാണ്. 14-ാമത്തെ മത്തായി സുവിശേഷം 13-ാമത്തെ വാക്യം വചനം പറയുന്നു, അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. കരമുയർത്തിവർ നല്ല ഹാലേലൂയ പറഞ്ഞാട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തിവർ ഹാലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, യേശുവിനെ കാണാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനെ കാണാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശുവിനെ കാണാൻ മനസ്സുണ്ടോ? യേശുവിനെ കാണാൻ മനസ്സുണ്ടെങ്കിൽ ഇതാ ബൈബിൾ പറയുന്നു, അവൻ നിർജ്ജനമായ പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ഹലോ, ജനമെല്ലാം അവൻ ആൾക്കൂട്ടത്തിനിടയിൽ തിരയുകയാണ്. ജനമെല്ലാം അവനെ ഗലീലയിൽ തിരയുന്നു. ചിലർ അവനെ ദമസ്കോസിൽ തിരയുന്നു. ചിലർ അവനെ ഇതാ കടലിന്റെ അകത്ത് തിരയുന്നു. പലരും പലയിടത്തും അവനെ തിരയുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു, ഇതാ യേശു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ പല സമയത്തും യേശു കർത്താവ് നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ന് വേദപുസ്തകം പറയുന്നു. ഈ ഭൂമിയിൽ ഉയർന്നു വന്ന ഒരു ഗുരുക്കന്മാരും ഈ ഭൂമിയിൽ ഉയർന്നു വന്ന ഒരു മതസ്ഥാപകന്മാരും ആൾക്കൂട്ടത്തിന്റെ ഇടയിലല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു മനുഷ്യൻ അവൻ എവിടെയെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ അവനെ നിങ്ങൾ പിന്നെ കാണുന്നത് ഒരു വലിയ ജനസമൂഹത്തിന്റെ നടുവിലായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ നിങ്ങൾ പലയിടത്തും കാണുന്നത് വെറും ഒരു കൂട്ടത്തിന്റെ ഇടയിൽ മാത്രമല്ല, ചില സമയത്ത് അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി എന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ജനമില്ലാത്ത ഇടത്തേക്ക്, നിർജ്ജനമായ പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് യേശു കർത്താവ് നിർജ്ജനമായ പ്രദേശത്തേക്ക് വാങ്ങിപ്പോയത്? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്തുകൊണ്ട് യേശു നിർജ്ജനമായ പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി? എന്തുകൊണ്ട് ഗലീലയിൽ എല്ലായ്പ്പോഴും അവൻ നിന്നില്ല? എന്തുകൊണ്ട് അവൻ സ്വത്രം ഒരു ദമസ്കോസിൽ അവൻ എല്ലായ്പ്പോഴും നിന്നില്ല? എന്തുകൊണ്ട് അവൻ മറ്റൊരു സ്ഥലത്ത് അവൻ എല്ലായ്പ്പോഴും നിന്നില്ല? എന്തുകൊണ്ട് ബഥാന്യയിൽ അവൻ എല്ലായ്പ്പോഴും നിന്നില്ല? എന്തുകൊണ്ട് പലപ്പോഴും നിർജ്ജനമായ പ്രദേശത്തേക്ക് അവൻ വാങ്ങിപ്പോയി? ഇന്ന് രാത്രി നിർജ്ജനമായ പ്രദേശത്തേക്ക് യേശു വാങ്ങിപ്പോകുമ്പോഴെല്ലാം അവൻ പറയുന്ന പ്രസ്താവന ഇതാണ്: ഞാൻ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം വന്ന ദൈവമല്ല. ഹലോ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ടോ? ഗലീലയിൽ പോയാൽ അവനെ കേൾക്കുന്നത് ഗലീലക്കാർ മാത്രമായിരിക്കും. അവൻ സ്വത്രം മറ്റൊരു സ്ഥലത്ത് പോയാൽ, ബഥാന്യയിൽ പോയാൽ അവനെ കേൾക്കുന്നത് ബഥാന്യയിലുള്ളവർ മാത്രമായിരിക്കും. അവൻ മറ്റൊരു സ്ഥലത്ത് പോയാൽ അവനെ കേൾക്കുന്നത് ആ കൂട്ടത്തിലുള്ളവർ മാത്രമായിരിക്കും. അവൻ യെരിഹോവിൽ പോയാൽ അവൻ യെരിഹോവിൽ ഉള്ളവർ മാത്രം അവനെ കേൾക്കുമായിരിക്കും. എന്നാൽ യേശു ഒരു പ്രത്യേകമായ സമൂഹത്തിന് വേണ്ടി അല്ല വന്നത്. ഇന്ന് രാത്രി അവൻ നിർജ്ജന പ്രദേശത്തേക്ക് പോകുമ്പോൾ അവൻ വിളിച്ചു പറയുന്നു, ഗലീലക്കാരെ വരിക, യെരിഹോക്കാരെ വരിക, ദമസ്കോസിലുള്ളവരെ വരിക. ഇന്ന് രാത്രി ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരിക. ഞാൻ നിങ്ങളുടെ ദാഹം മാറ്റുവോളം ജീവജലത്തിന്റെ വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ നിറയ്ക്കാം. എല്ലാവരും എന്റെ അടുക്കൽ വരിക. ഇന്ന് രാത്രി അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകുമ്പോൾ അവൻ പറയുന്ന പ്രസ്താവന ഇതാണ്: ഞാൻ വന്നത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ വന്നത് ഒരു ഹൈന്ദവന് വേണ്ടി മാത്രമല്ല, ഞാൻ വന്നത് ഒരു മുസൽമാന് വേണ്ടി മാത്രമല്ല, ഞാൻ വന്നത് ഒരു ജൈന മതക്കാരന് വേണ്ടി മാത്രമല്ല, ഞാൻ വന്നത് ഒരു ബുദ്ധ മതക്കാരന് വേണ്ടി മാത്രമല്ല. എന്നിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും അവന് നിത്യജീവൻ കൊടുപ്പാൻ, ഏത് മനുഷ്യനും നിത്യജീവൻ കൊടുപ്പാൻ, സമൂഹ വ്യത്യാസമില്ലാതെ, വ്യത്യാസമില്ലാതെ, വർണ്ണ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ അവനെ അന്വേഷിക്കുന്ന ഏത് മനുഷ്യനും നിത്യ സമാധാനം കൊടുക്കാൻ, നിത്യ രക്ഷ കൊടുക്കാൻ അവൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ മനോഹാരിത ഇതാണ്: ഏത് മനുഷ്യനും അവിടെ ദൈവത്തിന് മതവ്യത്യാസമില്ല, അവന് ജാതി വ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല, പൊക്കമുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി അവന് വർണ്ണ വിവേചനമില്ല, അവന് സമൂഹ വിവേചനമില്ല, അവന് രാജ്യ വിവേചനമില്ല. ഇന്ന് രാത്രി ഏത് മനുഷ്യനും സത്യം അന്വേഷിക്കാൻ തയ്യാറാകുന്ന ഏത് മനുഷ്യനും വേണ്ടി
ഇതാ അവൻ ഇറങ്ങി നിൽക്കുകയാണ്. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരിക. ഇന്ന് രാത്രി പ്രിയ സുഹൃത്തെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജാതിയോ വർണ്ണമോ മതമോ നിങ്ങളുടെ കളറോ നിങ്ങളുടെ പൊക്കമോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം മാത്രമേ എനിക്കറിയാം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷനായത് ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു വർഗത്തിന് വേണ്ടിയല്ല, ഒരു വർണ്ണത്തിന് വേണ്ടിയല്ല. ഇന്ന് രാത്രി അവനെ അന്വേഷിക്കുന്ന ഏത് മനുഷ്യനും, അവനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തത് കൊണ്ട് ഇന്ന് രാത്രി നീ ആരായിരുന്നാലും ഒറ്റ വിശ്വാസം കൊണ്ട് നിന്നെ അവന്റെ മകനും മകളുമായി മാറ്റാൻ ഇതാ 2024 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഒരുവൻ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവന്റെ നാമത്തെ ഉയർത്തുന്നു. അവന്റെ പേരാണ് നാസറേയനായ യേശു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇനി ഒരു വലിയ സുവിശേഷ പ്രസംഗത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി സുവിശേഷം ഇതാണ്: ഏത് മനുഷ്യനും വർണ്ണവിവേചനമില്ലാതെ, ജാതി വിവേചനമില്ലാതെ, മതവിവേചനമില്ലാതെ, വർഗവിവേചനമില്ലാതെ അവന്റെ സത്യത്തെ തുറന്നു തരാൻ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. ഇന്ന് രാത്രി ഒറ്റ അവൻ വാക്ക് നിന്റെ ഹൃദയം തുറന്ന്, യേശുവേ, അവൻ അത് ശരിയാണെങ്കിൽ, നിനക്കെന്റെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയുമെങ്കിൽ, നിനക്കെന്റെ ജീവിതത്തിൽ സന്തോഷം തരാൻ കഴിയുമെങ്കിൽ, നിനക്കെന്റെ ജീവിതത്തിൽ ആ നിത്യ രക്ഷ തരാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന ഒറ്റ വാക്ക് നീ അവൻ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിന്റെ ഭവനത്തിനകത്തായിരിക്കാം, നീ ഇപ്പോൾ എന്റെ ശബ്ദ പരിധിക്കുള്ളിൽ കേൾക്കുന്ന വ്യക്തിയായിരിക്കാം, ഒറ്റ സെക്കൻഡിൽ നിന്റെ ഹൃദയം യേശുവിനായി തുറന്ന ഇന്ന് രാത്രി എന്നേക്കുമായി നിന്റെ പ്രശ്നത്തിന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു, എന്നേക്കുമായി നിന്റെ രോഗത്തെ സൗഖ്യമാക്കി, എന്നേക്കുമായി നിന്റെ വേദനയ്ക്ക് മറുപടി നൽകി, എന്നേക്കുമായി നിന്റെ കണ്ണുനീരിനെ തുടച്ച്, എന്നേക്കുമായി അവന്റെ മകളുമാക്കി നിന്നെ മാറ്റാൻ ഇന്ന് രാത്രി യേശു ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ആ യേശുവിനെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. കരം ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുകയാണ്. തിരുവെഴുത്തുകൾ പറയുന്നു, ഇതാ അവൻ നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. ആ നിർജ്ജന പ്രദേശത്തിന്റെ പ്രത്യേകത, എപ്പം വേണമെങ്കിലും, ഏത് സമയത്ത് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും അവന്റെ അടുക്കൽ വരാം. സ്തോത്രം. ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരോടും പുറത്തുള്ളവരോടും ഞാൻ സംസാരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും, ഏത് ആവശ്യ സമയത്തും, എന്താവശ്യവുമായി നിർജ്ജന പ്രദേശത്തേക്ക് നിനക്ക് അവൻ്റെ അടുക്കൽ പോകാം. കാരണം അവൻ നിർജ്ജന പ്രദേശത്താണ്, അവിടെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാത്രി നിനക്ക് അവൻ്റെ അടുക്കലോട്ട് പോകാം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട്. സ്തോത്രം. നിങ്ങളൊരു രോഗവുമായി നിങ്ങൾ ആശുപത്രിയിലേക്ക് പോയേ, ആശുപത്രി പോയാൽ, നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവർ പറയും രാവിലെ 1 തൊട്ട് രാവിലെ 9 തൊട്ട് 1 മണി വരെയാണ് OP ടൈം എന്ന് പറയും. അത് കഴിഞ്ഞ് നിങ്ങൾ പോയാൽ എമർജൻസി ഡോക്ടർ ഉണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് മരുന്ന് കിട്ടത്തില്ല. വിശ്വാസം ഒരു പക്ഷേ ഒരു ദിവസത്തേക്കുള്ള മരുന്ന് പിറ്റേന്ന് രാവിലെ വരാൻ പറയും. നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ അവിടെയും പറഞ്ഞിരിക്കും. സ്വത്രം. ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പറയും, അവരും പറയും 5 തൊട്ട് 7 മണി വരെ ആ ഡോക്ടർ ഉണ്ടാകും. അതിനകത്ത് വന്നാൽ ഡോക്ടറെ കാണും. ഈ ഭൂമിയിലെ സകലത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്വത്രം സ്കൂളിൽ പോകാൻ ഒരു ടൈമിംഗ് ഉണ്ട്, ഓഫീസിൽ പോകാൻ ഒരു ടൈമിംഗ് ഉണ്ട്, ജോലിക്ക് ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ഭൂമിയിൽ എല്ലാത്തിനും ടൈമിംഗ് ഉണ്ട്. ആ ഔട്ട് ഓഫ് ടൈം, ആ സമയത്തിന്റെ പുറത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നില്ല. ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ളവർ മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഔട്ട് ഓഫ് ടൈമിൽ പോയാൽ, സമയം തെറ്റിപ്പോയാൽ, ലോകം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സമയത്തിൽ നിന്ന് മാറി നിങ്ങൾ പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണമെന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, അവന് സമയപരിധിയില്ല. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന് സമയപരിധിയില്ല. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ വൈകുന്നേരമോ എപ്പോ വേണമെങ്കിലും ഏത് പ്രശ്നത്തിന്റെയും പരിഹാരവുമായി നിനക്ക് അവന്റെ അടുക്കൽ പോകാം. ഇന്ന് രാത്രി അവന് സമയപരിധിയില്ല. അവന് സ്വത്രം വർഗവിവേചനമില്ല, വർണ്ണവിവേചനമില്ലാത്തത് പോലെ അവന് സമയപരിധിയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നിനക്ക് അവനെ അന്വേഷിക്കാം, അവന്റെ അടുക്കൽ കയറി ചെല്ലാം. ഇന്ന് രാത്രി അവൻ നിന്നെ അന്വേഷിക്കുകയാണ്. അവന്റെ അടുക്കൽ പോകാൻ മനസ്സുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം. 13-ാം വാക്യത്തിൽ യേശു നിൽക്കുന്നു നിർജ്ജന പ്രദേശത്ത്. നിങ്ങൾ ആ 13-ാം വാക്യം വിട്ട് ഒന്നുകൂടെ മുമ്പിലോട്ട് പോയാൽ 23-ാം വാക്യം വായിച്ചാൽ തിരുവെഴുത്തുകൾ പറയുന്നു, ഒരു വലിയ ക്രൂസൈഡ് കഴിഞ്ഞ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടു. എന്റെ കൂടെ ഉണ്ടോ? കർത്താവ് തന്റെ ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരയ്ക്ക് വിട്ടു. അക്കരയ്ക്ക്
ഇറക്കി വിട്ടതിന് ശേഷം ഇതാ യേശു കർത്താവ് മലയിലേക്ക് പോകുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് അവൻ മലയിലേക്ക് പോകുകയാണ്. രണ്ടാമതായി നിങ്ങൾ യേശുവിനെ കാണുന്നത് അവനെ മലയിൽ നിങ്ങൾ കാണുന്നു. ഒന്നാമതായി നിങ്ങൾ കണ്ടത് നിർജ്ജന പ്രദേശത്തായിരുന്നുവെങ്കിൽ ഇതാ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അവൻ രണ്ടാമത് നിൽക്കുന്നത് മലയുടെ പുറത്താണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ആ കൈ ആ മേഡത്തിന് ശേഖരത്തിൽ പറഞ്ഞ് മലയിലേക്ക് കയറാൻ തയ്യാറാകാൻ പറഞ്ഞു. മലയിലേക്ക് കയറാൻ തയ്യാറാകാൻ പറഞ്ഞു. സ്വോത്രം. ചിലർ ഇപ്പോഴും നിർജ്ജന പ്രദേശത്ത് നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി നിർജ്ജന പ്രദേശം വിട്ട് ഇന്ന് രാത്രി ചില ദൈവം മലയുടെ അകത്തേക്ക് വിളിക്കുകയാണ്, മലയുടെ മുകളിലേക്ക് വിളിക്കുകയാണ്. എത്ര പേർ തയ്യാറാണ് ഇന്ന് രാത്രി മലയുടെ മുകളിലേക്ക് കയറിപ്പോകാൻ? എൻ്റെ പൊന്നു പാസ്റ്ററെ, പണ്ടത്തെ പോലെ മുട്ടുകാലൊന്നും ശരിയാകുന്നില്ല. ഇന്ന് രാത്രി അതൊന്നും നടക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഞാൻ നടന്ന് മലയുടെ പുറത്ത് കയറുന്ന ആ ഒരു കാര്യമല്ല പറയുന്നത്, ആത്മാവിൽ മലയുടെ മുകളിലേക്ക് കയറുന്ന കാര്യമാണ് പറഞ്ഞത്. എത്ര പേർ ആമേൻ പറയും? സ്വോത്രം. ഇപ്പോൾ ഒന്ന്, നിങ്ങൾ യേശുവിനെ നിർജ്ജന പ്രദേശത്ത് കാണുന്നു. രണ്ട്, ഇത് അവൻ നിൽക്കുന്നു. 23-ാം വാക്യത്തിൽ യേശു ക്രിസ്തു മലയിലേക്ക് കയറിപ്പോയി. എന്തിന് യേശു മലയിലേക്ക് കയറിപ്പോയി? സിമ്പിൾ, ഉത്തരം സിമ്പിൾ ആണ്. തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാൻ യേശു മലയിലേക്ക് കയറിപ്പോയി. ഇന്ന് രാത്രി നിർജ്ജന പ്രദേശത്തുള്ളവരെ അവൻ മലയിലേക്ക് വിളിക്കുകയാണ്. നിർജ്ജന പ്രദേശത്തുള്ളവരെ അവൻ മലയിലേക്ക് വിളിക്കുന്നു. ഇവിടെ കയറി വരിക. ഇതുകൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അപ്പൊ രണ്ട്, കർത്താവ് നിൽക്കുന്നത് മലയുടെ പുറത്താണ്. അവിടെ ഒരു വലിയ ജനസമൂഹമില്ല. എന്നെ കേൾക്കണേ, അവിടെ ആയിരങ്ങളില്ല, അവിടെ 10,000ങ്ങളില്ല. നേരത്തെ നിങ്ങൾ കണ്ട ഒത്തിരി ഒരു ജനസമൂഹം അവിടെ ഇല്ല. അവിടെ വളരെ ചുരുക്കമായ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതേ ഭാഗം മർക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിൽ വായിച്ചാൽ തിരുവെഴുത്തിൽ പറയുന്നത് അവൻ മലയിലേക്ക് വിളിച്ചവരെ വിളിക്കുന്നത് സ്തോത്രം അവൻ ബോധിച്ചവരുടെ കൂട്ടമെന്നാണ്. എന്റെ കൂടെ ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? ഇപ്പൊ യേശു ക്രിസ്തു മലയിലേക്ക് സാധാരണ പോകുമ്പോൾ അവിടെ ഒത്തിരി പേരുണ്ടാകാറില്ല, വളരെ ചുരുക്കമായി ചിലർ മാത്രം. പ്രാർത്ഥിക്കാനൊക്കെ യേശു പോയപ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൊണ്ട് അവൻ മലയിലേക്ക് പോയി. അത് നിർജ്ജന പ്രദേശമല്ല. നിർജ്ജന പ്രദേശത്തേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. എന്നാൽ മലയുടെ മുകളിൽ എല്ലാവർക്കും വരാൻ പറ്റില്ല. അവിടെ ചുരുക്കമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ അവിടെ വരത്തുള്ളൂ. കരമുയർത്തിയവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിന്റെ അകത്ത് ഇരിക്കുന്നവരോട് ഞാൻ സംസാരിക്കാൻ പോകുകയാണ്. ഈ ഗ്രൗണ്ടിനകത്ത് ഇരിക്കുന്നവരോട് സംസാരിക്കാൻ പോകുകയാണ്. എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഇന്ന് രാത്രി നിർജ്ജന പ്രദേശത്തേക്ക് വേണ്ടി ആർക്കും വരാം. അവിടെ രോഗസൗഖ്യം ഉണ്ടാകും, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും, അവിടെ അപ്പം വിഭജിക്കപ്പെടും, 5 അപ്പം കൊണ്ട് 5000 പേർ പോഷിപ്പിക്കപ്പെടും. ആ നിർജ്ജന പ്രദേശത്ത് ഒത്തിരി വിടുതലുകൾ നടന്നേക്കാം, മരിച്ചവർ എഴുന്നേറ്റേക്കാം, അത്ഭുതങ്ങൾ നടന്നേക്കാം, കണ്ണ് കുരുടന്മാർ കാഴ്ച പ്രാപിച്ചേക്കാം, ചെകിടന്മാർ കേട്ടേക്കാം. അത് നിർജ്ജന പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. നിർജ്ജന പ്രദേശത്തേക്ക് ആരെല്ലാം വരുന്നു അവരെല്ലാം അത്ഭുതങ്ങൾ കാണും, അത്ഭുതങ്ങൾ പ്രാപിക്കും. എന്നാൽ ഇതാ ചിലരെ കർത്താവ് മലയിലേക്ക് വിളിക്കുകയാണ്. 23-ാം വാക്യത്തിൽ യേശുക്രിസ്തു മലയിലേക്ക് പ്രാർത്ഥിപ്പാൻ പോയി. എന്നാൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ എല്ലാവരെയും കൊണ്ടുപോയില്ല. വചനം പറയുന്നു അവൻ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിയോ ചുരുക്കമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം അവൻ മലയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മലയിലേക്ക് കൊണ്ടുപോയവരുടെ പ്രത്യേകത തിരുവെഴുത്തുകൾ പറയുന്നു അവന്റെ ശരീരം വെണ്മയായി വിളങ്ങുന്ന മറുരൂപമലയിൽ മഹത്വത്താൽ അവന് വെളിപ്പെട്ടപ്പോൾ ആ മഹത്വം കാണാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ മലയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓ, ഇന്നലെ നിങ്ങൾ കേട്ടില്ല. നിർജ്ജന പ്രദേശത്ത് ആയിരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മലയുടെ മുകളിൽ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയപ്പോൾ ആ മഹത്വത്തെ കാണാൻ വെറും 3 പേർ മാത്രം, തിരഞ്ഞെടുക്കപ്പെട്ട 3 പേർ മാത്രമേ ആ മലയുടെ പുറത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം. ഈ രാത്രി നിർജ്ജന പ്രദേശത്തേക്ക് നിൽക്കാം, നോ പ്രോബ്ലം. നിർജ്ജന പ്രദേശത്ത് നിന്റെ സമയത്തെ ചെലവിടാൻ നോ പ്രോബ്ലം. എന്നാൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരെ അവൻ മലയിലേക്ക് വിളിക്കുകയാണ്. Come up here. ഇവിടെ കയറി വരിക, ഇവിടെ കയറി വരിക. എന്റെ മഹത്വത്തെ കാണിക്കാൻ, എന്റെ മഹത്വത്താൽ നിറയാൻ, ജനത്തിന്റെ മേൽ എന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ, രോഗസൗഖ്യം പ്രാപിക്കാനല്ല, രോഗസൗഖ്യം കൊടുപ്പാൻ, രോഗസൗഖ്യം കാണാനല്ല, രോഗസൗഖ്യം കൊടുപ്പാൻ, അത്ഭുതങ്ങൾ കാണാനല്ല, അത്ഭുതം ചെയ്യാൻ ഇവിടെ കയറി വരിക.
ഓ ജീസസ് ജീസസ് ജീസസ്. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ആത്മാവി ദൂത് കൈമാറുകയാണ്. ഈ രാത്രി അത്ഭുതങ്ങൾ കണ്ടത് മതി, രോഗസൗഖ്യം പ്രാപിച്ചത് മതി. അവൻ ഇവിടെ കയറി വരിക, നിർജ്ജന പ്രദേശത്തു നിന്നും ഇവിടെ കയറി വരിക. ഞാൻ ചിലരെ വേർതിരിക്കാൻ പോകുകയാണ്. രോഗസൗഖ്യത്തെ കൊടുപ്പാൻ, ചിലരെ വിടുവിപ്പാൻ, ചിലരുടെ ബന്ധനങ്ങളെ അടിക്കാൻ, ചിലർക്ക് വെളിച്ചം കൊടുപ്പാൻ, ചിലരെ നിത്യജീവനിലേക്ക് വിളിപ്പാൻ, ചിലരെ നിത്യ രക്ഷയിലേക്ക് വിളിപ്പാൻ കയറി വരിക. സ്വീകരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കരമടിച്ചതിനെ സ്വീകരിച്ചു. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിനകത്ത് വലിയ ദൈവമഹത്വം വീഴുന്നു, വലിയ ദൈവത്തിന്റെ തേജസ് വീഴുന്നു. ഇന്ന് രാത്രി ചിലതിനെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയ്ക്കുകയാണ്. ഈ പുതിയ തലമുറയിൽ ഒരു തലമുറയെ വാർത്തെടുക്കാൻ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ, അത്ഭുതം ചെയ്യുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നു. കരമടിക്കാൻ കഴിയുന്നെങ്കിൽ നല്ലവണ്ണം കരമടിച്ച് അന്യഭാഷ പറയുന്നവർ അന്യഭാഷയിൽ പോരല്ലോ. ഇന്ന് രാത്രി നീ ഇന്നലെ വരെ ആമേൻ അത്ഭുതം കണ്ടവളായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രി മുതൽ നീ അത്ഭുതം ചെയ്യുന്നവളായിരിക്കും. ഇന്നലെ വരെ നീ പ്രവചനം കേട്ടവളായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രി മുതൽ നീ പ്രവചിക്കാൻ പോയോ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കരമടിച്ച് അവനെ ആരാധിച്ചു. നിർജ്ജന പ്രദേശത്ത് ഇവിടെ കയറി വരിക, ആ മലയിലേക്ക് കയറി വരിക, നാഥന്റെ അടുക്കലേക്ക് കയറി വരിക, നിന്റെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് കയറി വരിക. അവന്റെ മഹത്വം നിനക്ക് തുറക്കാൻ പോയോ. Glory to Jesus. Mauraba hatal babaya lam sakatala babaya. ഇന്ന് രാത്രി ഞാനിത് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഈ ദൈവ ശബ്ദം തൊടുന്നു. ചിലരുടെ ഈ ദൈവ ശബ്ദം തൊടുന്നു. Right now, take it. തൊടുന്നു. ഈ ദൈവ മഹത്വം തൊടുന്നു. ഇന്ന് രാത്രി ചില നിർജ്ജന പ്രദേശത്ത് നിന്ന് ആ മലയിലേക്ക് കയറുന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനിതാ അവൻ മലയിൽ നിൽക്കുന്നു. ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ അവൻ മലയിൽ നിൽക്കുന്നു. നിയോഗമുള്ളവരെ വേർതിരിക്കാൻ അവൻ മലയിൽ നിൽക്കുന്നു. നിയോഗമുള്ള ഒരു തലമുറയെ പുറത്തെടുക്കാൻ അവൻ മലയിൽ നിൽക്കുന്നു. അതിനകത്ത് ഞാനുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അതിനകത്ത് ഞാനുണ്ട്. ആ നിയോഗമുള്ള തലമുറയുടെ അകത്ത് ഞാനുണ്ട്. ആ നിയോഗമുള്ള അഭിഷേകമുള്ള തലമുറയകത്ത് ഞാനുണ്ട്. ആ ദൈവ കൃപയുള്ള തലമുറയുടെ അകത്ത് ഞാനുണ്ടെന്ന് പറയാം. ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാത്രം അവനെ ആരാധിക്കട്ടെ, അവർ മാത്രം ഒരു സ്വതം പറയട്ടെ. അതിനകത്ത് ഞാൻ അതിനകത്തുണ്ട്. Come on. Lalba hatal bara shaika thala babaya lam thal babaya hatal babaya. യേശുവിന്റെ നാമത്തിൽ നിർജ്ജന പ്രദേശത്ത് നിനക്ക് സൗഖ്യം കാണാം, നിർജ്ജന പ്രദേശത്ത് നിനക്ക് അപ്പം തിന്നാം. എന്നാൽ മലയിലേക്ക് കയറി വന്ന ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന ഒരു തലമുറ, വിടുതൽ അയക്കുന്ന ഒരു തലമുറ, ബന്ധനങ്ങളെ പൊളിക്കുന്ന ഒരു തലമുറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? 13-ാം വാക്യത്തിൽ അവൻ നിർജ്ജന പ്രദേശത്ത് നിൽക്കുന്നു. തകർന്നവൻ ആശ്വാസം കൊടുക്കാൻ, ഉടഞ്ഞവന് മറുപടി കൊടുക്കാൻ, രോഗിക്ക് സൗഖ്യം കൊടുക്കാൻ, സമാധാനമില്ലാത്തവന് സമാധാനം കൊടുക്കാൻ, സന്തോഷമില്ലാത്തവന് സന്തോഷം കൊടുക്കാൻ അവൻ നിർജ്ജന പ്രദേശത്ത് നിൽക്കുന്നു. അവൻ പറയുന്നു, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ 23-ാം വാക്യത്തിൽ അതേ യേശു, അതേ ദൈവം ഇതാ മലയുടെ പുറത്ത് നിൽക്കുന്നു. നമ്മൾ പറയുന്നത് come up here, കയറി വരിക. അടുത്ത തലമുറയുടെ അഭിഷേകത്തെ ഞാൻ നിങ്ങളുടെ മേൽ കൈമാറാം. അടുത്ത ഉണർവിന്റെ അഭിഷേകത്തെ ഞാൻ നിങ്ങളുടെ മേൽ കൈമാറാം. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ. ഒരു നിമിഷം വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. ഗ്ലോറി ടു ജീസസ്. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. എല്ലാ യാത്രകളും ദൈവസന്നിധിയിൽ തുറക്കപ്പെടട്ടെ. എല്ലാ നാവുകളും ദൈവസന്നിധിയിൽ തുറക്കപ്പെടട്ടെ. ഒരു നിമിഷം എല്ലാ തരങ്ങളും തുറക്കണം. ഈ രാത്രി നിങ്ങൾക്കൊരു രോഗസൗഖ്യമാണ് ആവശ്യമെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇന്ന് രാത്രി
എൻ്റെ അകത്തൊരു പുതിയ അഭിഷേകം വീണമെന്നാണ് നിങ്ങളെ ആഗ്രഹമെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. I need a new anointing, a fresh anointing. എൻ്റെ അകത്തൊരു പുതിയ അഭിഷേകം, ഒരു പുതിയ ദൈവകൃപ ഇന്ന് രാത്രി അത് വേണമെന്ന് പറയുന്നവർ മാത്രം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. അധരങ്ങളെ തുറന്ന ഇന്ന് രാത്രി നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ഈ ഗ്രൗണ്ടിന്റെ പുറത്തു നിന്നായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അവൻ ഇവിടെ ഇറങ്ങി വരും. നിങ്ങൾ ഇരിക്കുന്ന ഇടപ്പിൽ അവൻ ഇറങ്ങി വരും. ആ ഭവനത്തിനകത്ത് അവൻ ഇറങ്ങി വരും. അത്ഭുത രോഗസൗഖ്യമായി, അത്ഭുത വിടുതലായി, അത്ഭുത ദൈവപ്രവൃത്തിയായി ഇന്ന് രാത്രി അവൻ ഇറങ്ങി വരും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ട, എല്ലാ കണ്ണുകളും അടച്ചാട്ട. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രി നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ വിഷയങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ രാത്രി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി ഇറങ്ങും. ദൈവം പറയുന്നു, ഭയങ്കരമായ സമാധാനത്തിന്റെ ഒരു ആത്മാവ് ചില ഭവനങ്ങൾക്കകത്ത് ഇറങ്ങാൻ പോകുകയാണ്. ഭയങ്കരമായ സമാധാനത്തിന്റെ ആത്മാവ്. The spirit of peace. അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇന്ന് രാത്രി ചിലരുടെ ഭവനങ്ങളിൽ ഭയങ്കരമായ സമാധാനത്തിന്റെ ആത്മാവ്, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സമാധാനം ദൈവം നിങ്ങൾക്ക് തിരികെ തരുന്നു. ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് യേശുവേ ഒന്ന് വിളിച്ചാട്ടെ, യേശുവേ എന്ന് വിളിച്ചാട്ടെ. യേശുവേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. നല്ല പിതാവേ, ഇന്ന് രാത്രി ദൈവം തുറന്നിരിക്കുന്ന വലിയ ദൈവമഹത്വത്തിനായി സ്തോത്രം. ഈ രാത്രി ദൈവജനത്തോട് സംസാരിച്ചല്ലോ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? പിതാവ്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നെ കണ്ടു. നിർജ്ജന പ്രദേശത്ത് ഞങ്ങൾ നിന്നെ കണ്ടു. ആ മലയുടെ പുറത്ത് ഞങ്ങൾ നിന്നെ കണ്ടു. ഞങ്ങൾ ആ മലയിൽ തിരുമഹത്വം അനുഭവിക്കാൻ, നിന്റെ മഹത്വം കാണാൻ, നിന്റെ മഹത്വം സ്വീകരിപ്പാൻ കയറി വരുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ട് എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കും. എല്ലാവരുടെ ദൈവാഴമായി സംസാരിച്ചല്ലോ. ദൈവിക സമാധാനം, സന്തോഷം ചിലതിൻ്റെ അകത്ത് ദൈവം തുറന്നാട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ ആ ദൈവമഹത്വം കണ്ടവരായി മടങ്ങട്ടെ.